ഹായ് ഹലോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു വീഡിയോ എൻ്റെ ഗാലറി കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ടുണ്ട്. എനിവേ, ഇതൊരു 15th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മക്കൾ കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇതെനിക്ക് അർജൻറ്റായിട്ട് കിട്ടിയൊരു വോക്കായിരുന്നു. ഇന്ന് ഓർഡർ കൺഫേം ആക്കി നാളെ തരാൻ പറഞ്ഞൊരു വോക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യയിലുണ്ടായ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേക്ക് ബോക്സ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ 4 പീസ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു റെക്കോർഡിൻ്റെ പീസാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ 5 പീസ് ടോട്ടൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു ഫ്രെയിം പിന്നെ കുറച്ച് ചോക്ലേറ്റ് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ബോക്സ് ഇതുപോലെ 5 പീസായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതൊന്ന് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ കട്ട് ചെയ്തെടുത്ത ചാർട്ട് പീസിൽ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ ഈ 5 പീസും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കാർക്കെങ്കിലും ഹാമ്പറോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിൽ നമ്മുടെ പേജിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന ഷീറ്റ് എടുത്ത് ഒന്ന് പൊതിഞ്ഞ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഔട്ടറായിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെ ലേസർ പ്രിൻ്റ് എടുത്തത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സജഷൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലേസർ പ്രിൻ്റ് എടുത്ത ആ ഒരു ഷീറ്റ് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് 5 പീസാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി സെൻറ്ററിൽ ഈ ഒരു ഫ്രെയിം നമ്മൾ റാപ്പ് ചെയ്ത് വെക്കും. ഒരു എക്സ്പ്ലോഷൻ ബോക്സ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. സൈഡിൽ കിക്കാറ്റ് വെച്ച് കൊടുത്തു. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.